IT നിയമങ്ങൾ ലംഘിച്ച് എന്നാരോപിച്ച് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേന്ദ്ര IT മന്ത്രാലയം. ഗ്രോക്ക് ഉൾപ്പെടെയുള്ള AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യതയെ ബാധിക്കുന്ന അശ്ലീല നഗ്ന ദൃശ്യങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും തടയണമെന്നാണ് നിർദ്ദേശം. ഇത്തരം ഉള്ളടക്കങ്ങൾ പങ്കുവച്ചവർക്കെതിരെ നടപടി വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിയാ സുനിൽ, നമ്മൾ ഭയപ്പെട്ടിരുന്നത് സംഭവിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിച്ച് വ്യക്തികളുടെ സ്വകാര്യതയെ അത് നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, അവരെ തെറ്റായി ചിത്രീകരിക്കാനൊക്കെ ഈ AI വീഡിയോ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നഗ്നദൃശ്യങ്ങൾ അടങ്ങിയ ഉള്ളടക്കങ്ങൾ എക്സിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നിരോധിക്കണം എന്നാണ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കടുത്ത നിലപാടിലേക്ക് പോകുമോ IT മന്ത്രാലയം? പിയാ സുനിൽ. അരുണതായാലും ശക്തമായ നടപടിയിലേക്ക് കേന്ദ്ര IT മന്ത്രാലയം നീങ്ങുകയാണ്. 72 മണിക്കൂറിനകം ഇപ്പോൾ എക്സിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള, സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള AI ഉപയോഗിച്ചുള്ള ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ ഉടൻ നീക്കം ചെയ്യണം, ഇത്തരം ഫോട്ടോകളൊക്കെ തന്നെ ഉടൻ നീക്കം ചെയ്യണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എക്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി ഇപ്പോൾ എക്സിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടികൾ ഒരു കാരണവശാലും ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും നിയമവിരുദ്ധമായ എല്ലാ ഉള്ളടക്കങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണം. മാത്രമല്ല, ഈ ഉള്ളടക്കങ്ങൾ പങ്കുവച്ചവർക്കെതിരെയുള്ള ശക്തമായ നടപടി വേണം എന്നുകൂടി ഇപ്പോൾ കേന്ദ്ര IT മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എക്സിനോട്. നിരവധി പരാതികൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പരാതി നൽകിയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പ്രിയങ്ക ചതുർവേദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഗ്രോക്കിന്റെയൊക്കെ തന്നെ AI ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ ദൃശ്യങ്ങൾ നിർമ്മിക്കുകയും അത് ചിലർക്കെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ഗ്രോക്ക് എന്ന AI ആപ്പ് എന്ന് തന്നെ ഈ ഒരു നോട്ടീസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വ്യാജ ദൃശ്യങ്ങൾ, ഉള്ളടക്കങ്ങൾ, സ്ത്രീകളെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ, സ്വകാര്യതയെ ബാധിക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ തന്നെ അടിയന്തരമായി മാറ്റണം എന്നാണ് ഇപ്പോൾ എക്സിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ തീർച്ചയായും വലിയ നിയമ നടപടി എക്സിനെതിരെ സ്വീകരിക്കും എന്ന മുന്നറിയിപ്പും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നു. ഓക്കെ, താങ്ക് യു. പിയാ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു പിയാ സുനിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത്, നിങ്ങളത് സ്വീകരിക്കുകയും അരുത്. അത് മറ്റു വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ദൃശ്യങ്ങളാണ്. AI ഉപയോഗിച്ചുകൊണ്ട് നഗ്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കുക, ആ ഉള്ളടക്കങ്ങൾ കൈമാറ്റം ചെയ്യുക. എക്സിന് ശക്തമായ താക്കീതാണ് IT മന്ത്രാലയം നൽകിയിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളുമൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. AI ഒരു കളിപ്പാട്ടം പോലെ കയ്യിൽ കിട്ടാൻ പോകണം. ഇനി വരാൻ പോകുന്നത് AIയുടെ കാലമാണ്. പുതിയ കുഞ്ഞുങ്ങളെല്ലാം LP UP സ്കൂൾ മുതൽ AI പഠിപ്പിച്ചു തുടങ്ങുകയാണ്. ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ മനസ്സിൽ കണ്ടേക്കണം.